കുപകരങ്ങളോടെ കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് വലിയ സ്നേഹത്തോടെ പിന്നെ ആരാധനയുടെ വിഷയമാണ് നമ്മുടെ അൾത്താരയിൽ ആയിരിക്കുന്നത്. ഈശോ മാത്രമാണ് ആരാധനയുടെ വിഷയം. അവൻ മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. ആ കർത്താവിതായി അൾത്താരയിലുണ്ട്. ജോബ് ഇങ്ങനെയാ പറയുന്നത് 42-ാം അധ്യായം 5-ാമത്തെ തിരുവചനത്തില്, അങ്ങയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ ഇപ്പോൾ എൻ്റെ കണ്ണുകൾ അങ്ങയെ കാണുന്നു. ഞാൻ അങ്ങയെക്കുറിച്ച് കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ ഇപ്പോൾ ഇതാ എൻ്റെ കണ്ണുകൾ അങ്ങയെ കാണുന്നു. യെസ്, ഈ നിമിഷം വരെ ഈ കർത്താവിനെ കുറിച്ചാണ് നമ്മൾ കേട്ടത്. അവൻ ആരാധിക്കേണ്ടതിനെ കുറിച്ചാണ് നമ്മൾ കേട്ടത്. ഇതാ നമ്മുടെ കണ്ണുകൾ അവനെ കണ്ടു കഴിഞ്ഞു. നമ്മുടെ കണ്ണുകൾ അവനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയം. ഒരു ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാ ഉള്ളേ? നീ വിളിക്കുമ്പോൾ നിന്റെ വിളി കേൾക്കുന്ന ഒരു ദൈവം, ഇതുപോലൊരു ഒരു ദൈവം ലോകത്തെവിടെയാ ഉള്ളേ? നിന്റെ സകല സങ്കടങ്ങൾക്കും, നിന്റെ സകല വേദനകൾക്കും, നിന്റെ സകല ദുഃഖങ്ങൾക്കും, നിന്റെ സകല കണ്ണുനീരിനും ഉത്തരം തരാൻ കഴിവുള്ള ഇതുപോലൊരു ദൈവം ലോകത്തെവിടെയുണ്ട്? മരിച്ചവരെ ഉയർപ്പിച്ചവൻ, രോഗികൾക്ക് സൗഖ്യം നൽകിയവൻ, അന്ധന കാഴ്ച നൽകിയവൻ, തളർവാദ രോഗിയെ എഴുന്നേൽപ്പിച്ച് നടത്തിയവൻ, ജന്മനാ മുടന്തനായവന് സൗഖ്യം നൽകിയവൻ, രക്തസ്രാവക്കാരി സ്ത്രീയെ സുഖപ്പെടുത്തിയവൻ, ഇതാ കർത്താവ് തന്നെ അൾത്താരയിലുണ്ടല്ലോ. മോനെ, അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്നവൻ ദൈവമാണ്. വിശ്വസിക്ക്. ഈ അപ്പത്തിൽ എഴുന്നള്ളിയിരിക്കുന്നവൻ ജീവിക്കുന്ന കർത്താവാണ്. ജീവനോടെ നിന്റെ മുമ്പിൽ ദൈവം വന്നു നിന്നാൽ നീ ദൈവത്തെ ആരാധിക്കില്ലേ? വചനം പറയുന്നു, പ്രവാചകന്മാര് മുഴുവൻ ആരൊക്കെ ദൈവത്തെ ദർശിച്ചുവോ അവരൊക്കെ കമിഴ്ന്ന് വീണ് കടന്ന് ദൈവത്തെ ആരാധിക്കുന്നവരായിട്ട് മാറി. അവരുടെ അയോഗ്യതകൾ, അവരുടെ ബലഹീനതകള്, അവരുടെ കുറവുകൾ, അവരുടെ പോരായ്മകൾ, അവരുടെ പാപത്തിന്റെ മേഖലകളെല്ലാം ഏറ്റുപറഞ്ഞിട്ട് കർത്താവിനെ ദർശിച്ചപ്പോ അവർ ദൈവത്തെ ആരാധിക്കുന്നവരായി മാറി. യെശയ്യാ കർത്താവിനെ കണ്ടപ്പോ പറഞ്ഞ എന്നാന്നറിയാവോ? കർത്താവേ, ഞാൻ അശുദ്ധമായ അധരങ്ങൾ ഉള്ളവനും അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യേ വസിക്കുന്നവനുമാണ്. അവന്റെ നയനങ്ങൾ കർത്താവിനെ ദർശിച്ചപ്പോ യെശയ്യാ വിളിച്ചു പറഞ്ഞതാ. ഇതാ കർത്താവിനെ നമ്മുടെ കണ്ണുകൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവ്, തപ്പുമീട്ടിയും കിന്നരം മീട്ടിയും ഉച്ചത്തിലും ഹൃദയം വിട്ടുകൊടുത്തും ജീവിതം സമർപ്പിച്ചും നിന്റെ ആരോഗ്യം കൊണ്ടും നിന്റെ സമ്പത്ത് കൊണ്ടും നിന്റെ എല്ലാ കഴിവും ഉപയോഗിച്ച് ആരാധിക്കാൻ ഇതാ നിന്റെ കർത്താവ് നിന്റെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്ന സമയം. നീ എന്തിനു മടിക്കണം നിന്റെ ദൈവത്തെ ആരാധിക്കാൻ? നീ എന്തിനു വേദനിക്കണം ദൈവത്തെ ആരാധിക്കാൻ? നീ എന്തിനു മാനുഷികമായി നിന്റെ ആ ഒരു സങ്കുചിതമായ മനോഭാവത്തിൽ കഴിയണം ദൈവത്തെ ആരാധിക്കാൻ മടിച്ചുകൊണ്ട്? ഈ ലോക ജീവിതത്തിനപ്പുറം ഒരേ ഒരു ശുശ്രൂഷയെ സ്വർഗത്തിലുള്ളൂ, ദൈവാരാധന മാത്രം. പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞ് നിത്യമായി ഇങ്ങനെ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുക. സ്വർഗീയ ഗണങ്ങൾ മുഴുവനും വിശുദ്ധര്, രക്തസാക്ഷികൾ, നമുക്ക് മുമ്പേ സ്വർഗം പ്രവേശിച്ചവരെല്ലാം ദൈവത്തെ നിരന്തരം ആരാധിക്കുകയാണ്. ഇതാ സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി നിൽക്കുമല്ലേ? സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി നിൽക്കുമല്ലേ? അപ്പോ നമ്മൾ എന്നാ ചെയ്യേണ്ടത്? നമ്മൾ ദൈവത്തെ ആരാധിക്കുക. ബാക്കിയൊന്നും നമുക്ക് ചെയ്യാനില്ല മക്കളെ. ദൈവത്തെ കണ്ട മാത്രമേ ദൈവത്തിനു മുമ്പിൽ കമന്ന് വീണ് ആരാധിച്ചവരെ പോലെ, പ്രവാചകന്മാരെ പോലെ, പൂർവ്വപിതാക്കന്മാരെ പോലെ ഒക്കെ ദൈവത്തെ ദർശിച്ച നമുക്ക് ഇനി വേറൊന്നും ചെയ്യാനില്ല. നമ്മുടെ കണ്ണുകൾ കർത്താവിനെ കണ്ടു കഴിഞ്ഞു. ശിമയോൻ പറഞ്ഞില്ലേ, ലോകത്തിന്റെ രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു, ഇനി എനിക്ക് സമാധാനത്തിൽ മരിക്കാം. കർത്താവിനെ കണ്ട കണ്ണുകളാണ് നമ്മുടെ കണ്ണുകൾ.
അതിന് പാപത്തിനൊരിക്കലും വിട്ടുകൊടുക്കരുതേ. നമ്മുടെ കണ്ണുകൾ കൊണ്ടും നമ്മുടെ നാവ് കൊണ്ടും നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ടും നമ്മുടെ ശരീരം കൊണ്ടും നമ്മുടെ ചിന്തകൾ കൊണ്ടും നമ്മുടെ മനസ്സുകൊണ്ടും നമ്മുടെ മനസാക്ഷി കൊണ്ടും ഒക്കെ നമുക്ക് ദൈവത്തെ ആരാധിക്കാം. തപ്പോൾ കൊട്ടിയും കൈ കൊട്ടിയും പാട്ടുപാടിയും തുള്ളിച്ചാടി എങ്ങനെ വേണേലും നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ഈ നിമിഷങ്ങളിൽ നമ്മളെല്ലാം മറന്ന് ദൈവത്തെ ആരാധിക്കാൻ പോവാം. എഴുന്നേറ്റ് നിൽക്കേണ്ടവർക്ക് ഈ നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. കരങ്ങൾ രണ്ടും ദൈവസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കാം. ഏതാനും നിമിഷം കണ്ണു തുറന്ന് നിന്റെ നയനങ്ങൾ തുറന്ന് കർത്താവിനെ കണ്ട് ചെറുപുഞ്ചിരിയോടെ, എൻ്റെ ദൈവമേ, എൻ്റെ ഈശോയെ, എൻ്റെ മുമ്പിൽ സന്നിഹിതനായിരിക്കുന്ന സ്വർഗ സാന്നിധ്യമേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകത്തെ ജയിച്ച കർത്താവേ, മരണത്തെ ജയിച്ച കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന. കരങ്ങളടിച്ച് സന്തോഷത്തോടെ കാലൊക്കെ അനക്കി, നിങ്ങൾ നിൽക്കുന്നിടത്തൊക്കെ ഇങ്ങനെ സ്റ്റാച്ചു പോലെ ഒക്കെ നിൽക്കാതെ ഇങ്ങനെ കാലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നനക്കി ആടി പാടി ദൈവത്തെ ഒന്ന് ആരാധിച്ചേ. ശരീരമൊക്കെ കർത്താവിന് അങ്ങോട്ട് വിട്ടുകൊടുത്തേ. പാപത്തിന് വിട്ടുകൊടുത്ത ശരീരം അല്ലേ, ദൈവത്തെ ആരാധിക്കാൻ നീ വിട്ടുകൊടുക്കും നിന്റെ ശരീരത്തെ. അപ്പോ നിന്റെ ശരീരത്തെ ദൈവം ഏറ്റെടുക്കും. സൗഖ്യമായിട്ട് കർത്താവ് നിന്റെ ശരീരത്തിൽ പ്രവർത്തിക്കും. വിശ്വാസത്തോടെ എല്ലാ രോഗികളും ശരീരം വിട്ടുകൊടുത്ത് കർത്താവിനെ ആരാധിച്ച് ചിത്തരായി സങ്കീർത്തനങ്ങളാൽ ദൈവത്തെ വാഴ്ത്തിയിടുവിൻ. ആമേൻ, ആമേൻ. ശക്തി സങ്കേതമാ ഉന്നതനീശനെ പാടിപ്പുകഴ്ത്തിയിടുവിൻ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്. ആഹ്ലാദ ചിത്തരാ സങ്കീർത്തനങ്ങളാൽ ദൈവത്തെ വാഴ്ത്തിയിടുവിൻ. ശക്തി സങ്കേതമാ ഉന്നതനീശനെ പാടിപ്പുകഴ്ത്തിയിടുവിൻ. തപ്പുകൾ കൊട്ടുവിൻ, കിന്നര വീണകൾ ഇമ്പമായി മീട്ടിടുവിൻ. തപ്പുകൾ കൊട്ടുവിൻ, കിന്നര വീണകൾ ഇമ്പമായി മീട്ടിടുവിൻ. ആർത്തുഘോഷിക്കുവിൻ, കാഹളം മുഴക്കുവിൻ, ആമോദമോടെ വാഴ്ത്തുവിൻ. ആർത്തുഘോഷിക്കുവിൻ, കാഹളം മുഴക്കുവിൻ, ആമോദമോടെ വാഴ്ത്തുവിൻ. ആഹ്ലാദ ചിത്തരാൽ സങ്കീർത്തനങ്ങളാൽ ദൈവത്തെ വാഴ്ത്തിയിടുവിൻ. ശക്തി സങ്കേതമാ ഉന്നതനീശനെ പാടിപ്പുകഴ്ത്തിയിടുവിൻ. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെയും നിമിഷം മുട്ടുകുത്തുന്നു. കരങ്ങൾ കൂപ്പി കണ്ണ് തുറന്ന് കർത്താവിനെ വലിയ സ്നേഹത്തോടെ കാണാം. ഇവിടെ എല്ലാ അനുഭവങ്ങളെയും കർത്താവിലേക്ക് ഉയർത്തിക്കുക. കണ്ണ് തുറന്ന് കർത്താവിനെ കണ്ട് ഈ ദിവ്യകാരുണ്യത്തിൽ ഈശോ നിങ്ങളെ തൊടാൻ പോവാ. പ്രാർത്ഥനാ ജീവിതത്തിൽ ഭാരം അനുഭവപ്പെടുന്നവർ ഈശോയ്ക്ക് നിങ്ങളുടെ അവസ്ഥകളെ കൊടുക്കുക. വിശുദ്ധ ജീവിതത്തിൽ പറ്റാത്ത മക്കൾ കൊടുക്കുക. ചിലതൊന്നും ഉപേക്ഷിക്കാൻ പറ്റാതെ വിഷമിക്കുന്ന മക്കൾ ഈശോയ്ക്ക് കൊടുക്കുക. ഈശോ സ്നേഹിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഭാരം പേർ ആ ഭാരം കർത്താവിന് കൊടുക്കുക. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് കണ്ണ് തുറന്ന് കർത്താവിനെ കണ്ട് എല്ലാ മക്കളും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന.